എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. കേരള സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അല്പം വടക്കുമാറി നഗരഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം. കേരളത്തിലെ പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണിത്. വലതുകാൽ മടക്കി വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഉപദേവതകളായി വേട്ടയ്ക്കൊരുമകൻ, ദുർഗാദേവി, നാഗദൈവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. കേരളത്തിൽ ഏറ്റവും വിപുലമായി വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെൻ്റാണ് ക്ഷേത്രം നോക്കി നടത്തുന്നത്. ഇതിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. തിരുവിതാംകൂർ സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത്. തിരുവനന്തപുരത്തിന് മുമ്പ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്ത് വെച്ചാണ് തിരുവിതാംകൂർ കരസേന രൂപം കൊണ്ടത്. അതിലെ ഒരു അംഗത്തിന് അടുത്തുള്ള പുഴയിൽ നിന്ന് ഒരു ഗണപതി വിഗ്രഹം കിട്ടി. അദ്ദേഹവും മറ്റ് സൈനികരും ചേർന്ന് ആ വിഗ്രഹം ആരാധിച്ചു പോന്നു. കാലക്രമത്തിൽ ഗണപതി അവരുടെ പരദേവതയായി മാറി. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ കരസേന ആസ്ഥാനവും തിരുവനന്തപുരത്തായി. തുടർന്ന് ഗണപതിക്ക് ഒരു ക്ഷേത്രം പണിയണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് പഴവങ്ങാടിയിൽ ക്ഷേത്രം പണിയുകയുമായിരുന്നു. പിന്നീട് പലതവണ പുതുക്കിപ്പണിത ക്ഷേത്രം 2019 വീണ്ടും പുതുക്കിപ്പണിതു. തിരുവിതാംകൂർ സൈന്യം മദ്രാസ് റെജിമെൻ്റ് ഏറ്റെടുത്തപ്പോൾ ക്ഷേത്രം അതിൻ്റെ കീഴിലായി. തിരുവനന്തപുരം പഴവങ്ങാടി ദേശത്തിൻ്റെ ഒത്ത നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ദർശനം. വളരെ ചെറിയൊരു ക്ഷേത്രമാണിത്. 2019 നടന്ന വിപുലമായ നവീകരണത്തിന് ശേഷം ക്ഷേത്രം പൂർണ്ണമായും കേരളീയ ശൈലിയിൽ പുതുക്കിപ്പണിതു. 2020 ഫെബ്രുവരി 5 പുതിയ ക്ഷേത്രം സമർപ്പിച്ചത്. ക്ഷേത്രത്തിൽ വിവിധ സ്ഥലങ്ങളിലായി 32 ഗണപതി രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അകത്ത് കടന്നാൽ നാളികേരം ഉടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് നാളികേരം ഉടയ്ക്കൽ. നിത്യേന ആയിരക്കണക്കിന് നാളികേരങ്ങളാണ് ഇവിടെ ഉടഞ്ഞു പോകുന്നത്. ഇത് സംസ്ഥാനത്തെ റെക്കോർഡാണ്. തെക്കുകിഴക്കേ മൂലയിൽ തിടപ്പള്ളി പണിതിട്ടുണ്ട്. ശ്രീകോവിൽ വളരെ ചെറിയൊരു ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. ചതുരാകൃതിയിൽ തീർത്ത ഈ ശ്രീകോവിൽ പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്തതാണ്. അകത്ത് ഒരു മുറിയേ ഉള്ളൂ. അതാണ് ഗർഭഗൃഹം. 3 അടി ഉയരം വരുന്ന ഗണപതി വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ചതുർബാഹുവായ വിഗ്രഹം വലതുകാൽ തൂക്കിയിട്ട് പീഠത്തിലിരിക്കുന്ന ഭാവത്തിലാണ്. പുറകിലെ വലതു കൈയിൽ മഴുവും പുറകിലെ ഇടതു കൈയിൽ കയറും മുന്നിലെ ഇടതു കൈയിൽ മോദകവും കാണാം. മുന്നിലെ വലതു കൈ അഭയമുദ്രാങ്കിതമാണ്. ശ്രീകോവിലിന് എടുത്തു പറയത്തക്ക യാതൊരു സവിശേഷതയുമില്ല. തീർത്തും ലളിതമായ നിർമ്മിതിയാണ്. വടക്കുവശത്ത് ഓവുണ്ട്. അഭിഷേക ജലം ഇതിലൂടെ ഒഴുകിപ്പോരുന്നു. ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു. വളരെ ചെറുതാണ് നാലമ്പലവും. എങ്കിലും പ്രദക്ഷിണം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. തെക്കുകിഴക്കേ മൂലയിൽ തിടപ്പള്ളിയുണ്ട്. നിത്യേന ഇവിടെ അപ്പത്തിൻ്റെയും അടയുടെയും വാസന പുറത്തു വരുന്നുണ്ടാവും. തെക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി പ്രത്യേക മുറിയിൽ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ ഈ നടയിൽ വെച്ചാണ് മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതുമെല്ലാം. വടക്കു പടിഞ്ഞാറേ മൂലയിൽ മറ്റൊരു മുറിയിൽ ദുർഗാ ഭഗവതി കുടികൊള്ളുന്നു. ചതുർബാഹുവാണ് ഈ പ്രതിഷ്ഠ.
നവരാത്രി നാളുകൾ ഈ ഭഗവതിക്ക് വിശേഷമാണ്. നിത്യപൂജകൾ. നിത്യേന 3 പൂജകളുള്ള ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. രാവിലെ 4:30 മണിക്ക് നട തുറക്കുന്നു. നിർമ്മാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ്. തുടർന്ന് 5 മണിക്ക് അഭിഷേകം, 5:30-ക്ക് ഉഷപൂജയും തുടർന്ന് ഗണപതി ഹോമവും നടക്കുന്നു. രാവിലെ 9 മണിക്ക് ഉച്ചപൂജയും തുടർന്ന് നവക പഞ്ചഗവ്യ കലശാഭിഷേകങ്ങളും കഴിഞ്ഞ് 10:30-യോടെ നടയടയ്ക്കുന്നു. വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയത്തിനനുസരിച്ച് ദീപാരാധനയും തുടർന്ന് 7 മണിക്ക് അത്താഴ പൂജയും നടത്തി 8 മണിക്ക് വീണ്ടും നടയടയ്ക്കുന്നു. സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വിനായക ചതുർത്ഥി പോലെയുള്ള വിശേഷ ദിവസങ്ങളിലും ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലും ഗ്രഹണം നടക്കുന്ന ദിവസങ്ങളിലും ഇവയിൽ മാറ്റം വരും. വഞ്ചിയൂർ അത്തിത്തറ മഠത്തിനാണ് ഇവിടെ തന്ത്രാധികാരം. മേൽശാന്തി കീഴ്ശാന്തി നിയമനങ്ങൾ ക്ഷേത്രം ട്രസ്റ്റ് വകയാണ്. നാളികേര മുടക്കിലാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടെന്ന് ഞാൻ മുന്നേ പറഞ്ഞു. ദിവസവും ആയിരക്കണക്കിന് നാളികേരങ്ങളാണ് പഴവങ്ങാടിയിൽ ഉടഞ്ഞു തീരുന്നത്. അപ്പം, അട, മോദകം, ഗണപതി ഹോമം, കറുകമാല തുടങ്ങിയവയാണ് മറ്റ് പ്രധാന വഴിപാടുകൾ. വിശേഷ ദിവസങ്ങൾ. വിനായക ചതുർത്ഥി. ചിങ്ങമാസത്തിലെ വെളുത്ത ചതുർത്ഥി ദിവസം ആഘോഷിക്കുന്ന വിനായക ചതുർത്ഥിയാണ് പഴവങ്ങാടി ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണിത്. ഗണപതി ഭഗവാന്റെ ജന്മദിനമായി അറിയപ്പെടുന്ന വിനായക ചതുർത്ഥി നാളിൽ ക്ഷേത്രനട രാവിലെ നേരത്തെ തുറന്ന് പൂജ നടത്തുന്നു. അന്നേ ദിവസം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ്. 108 നാളികേരങ്ങളാണ് ഈ ഹോമത്തിന് ഉപയോഗിക്കുന്നത്. ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഹോമം നടത്തുന്നത്. ക്ഷേത്രം നടത്തിപ്പുകാരായ മദ്രാസ് റെജിമെൻറ്റുകാരുടെ വക വലിയ അലങ്കാരങ്ങളാണ് ഈ ദിവസം ക്ഷേത്രത്തിൽ ഉണ്ടാവുക. പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെ കിടക്കുന്ന തമ്പാനൂർ വരെ വലിയ അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു. സന്ധ്യയ്ക്ക് തുറന്ന വാഹനത്തിൽ ഗണപതി വിഗ്രഹം നഗരപ്രദക്ഷിണത്തിന് ഇറക്കുന്നു. 2015 വരെ 3 ആനകളുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളിച്ചിരുന്നത്. ക്ഷേത്രത്തിൽ തുടങ്ങുന്ന പ്രദക്ഷിണം കിഴക്കേക്കോട്ടയിലൂടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെത്തുകയും തുടർന്ന് പത്മനാഭസ്വാമിയെയും പത്മതീർത്ഥക്കുളത്തെയും വലം വെച്ച ശേഷം തിരിച്ച് ക്ഷേത്രത്തിലെത്തുകയും ചെയ്യുന്നതാണ് ഈ ചടങ്ങ്. നിരവധി ഭക്തജനങ്ങളാണ് ഈ കാഴ്ച കാണാനായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴും ക്ഷേത്രത്തിൽ മടങ്ങിയെത്തുമ്പോഴും കരിമരുന്ന് പ്രയോഗം നടത്തുന്നതും പതിവായിരുന്നു. എന്നാൽ 2016-ൽ ഇത് നിർത്തി. അന്നേ ദിവസം അപ്പവും മോദകവുമാണ് പ്രധാന നിവേദ്യ വസ്തുക്കൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.